എന്താണ് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലൈക്ക് ഇപ്പോൾ പ്രീവിയസ് ഇയർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഇയറിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് See, my biggest expectation is that whoever is, coming to the hotel to celebrate the festivity with us, or they, actually enjoy buy plum cake or other Christmas, they should enjoy it. Yes, right. The quality is the foremost, right? Right. Once that quality is there, then we can actually, that's the win for us. Yes. We need to ensure that they feel that they have got the best of the quality during this season time. That's what is my expectation. മാരിറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്പർ 1 പൊസിഷനിൽ എപ്പോഴും ഓൾവേസ് നിൽക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. Thank you. Pleasure. Thank you very much. Yes, thank you sir. ഇപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കോർട്ട്യാർഡ് മാരിയറ്റിന്റെ എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ ദീപു ആണ്. ഹായ്. നമസ്കാരം. യെസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്നുള്ളൊരു സീസൺ കണ്ടിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കേക്ക് പ്രൊഡക്ഷൻ ഒക്കെ സാധ്യമാക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട്? മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഈ സമയത്താണ് കൂടുതൽ പ്ലം കേക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു പാഷനാണ്. ഏറ്റവും ബെസ്റ്റ് കേക്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ ഓരോ ദിവസവും ഇതിനു വേണ്ടിയിട്ട് ആ എഫേർട്ടുകൾ ഇടുന്നതെന്ന് വെച്ചിട്ട് നമ്മളൊരു ലാസ്റ്റ് 1 year ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു സൈഡിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി അത് നമ്മളൊരു ഇപ്പം ഞാൻ കിച്ചണിലൊരു 16 വർഷമായി. ഈ 16 വർഷത്തിൽ നിന്നും ഓരോ വർഷം കഴിയുമ്പോഴും പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ കുറച്ചുകൂടി ട്യൂണിങ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം എല്ലാവരും പറഞ്ഞ ഗരം മസാല ഇടുന്നു. ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ ട്യൂൺഡ് ഗരം മസാല ആയിരുന്നു. ഈ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ട്യൂൺഡ് ഗരം മസാല. അതിൽ നമ്മളെ ജീരകം, പെരിഞ്ജീരകം അങ്ങനത്തെ അല്ലാതെ നമ്മളെ സിനമൺ സ്റ്റിക്ക് ഒന്ന് കയറ്റിയിടണം, സ്റ്റാർനേസ് കയറ്റിയിടണം, അതുപോലെ നെറ്റ് മെഗ് കയറ്റിയിടണം, കാടമം. അപ്പോൾ ഇതിന്റെ എല്ലാം ആ ട്യൂണിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗരം മസാല. അപ്പോൾ അതിന്റെ പുറകിൽ നല്ലൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അത് നടന്നു എന്ന് മാത്രമല്ല അതിന് നടന്നുകൊണ്ടിരിക്കും. അത് ഈ ഹോട്ടലിൽ മാത്രമല്ല എല്ലാ ഹോട്ടലിലും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് പ്രോഡക്ട്സ് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതാണ് ബെസ്റ്റ്. ആ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ആ ഒരു എക്സ്പെരിമെന്റ് നിർത്തി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തേല് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു ബെസ്റ്റ് റെസിപ്പി ആയിരിക്കും നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എല്ലാ ഏരിയകളിലും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് കിട്ടിയത്. നോട്ട് ഈവൻ 0 കംപ്ലൈന്റ് വരെ എന്ന് പറയാം. എല്ലാവരും ഈവൻ ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സോക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഫീല് നല്ല. ഇപ്പം നമ്മൾ ചിലതൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ഫീലായിട്ട് തോന്നും. ഇതങ്ങനെയല്ല, ഒരു ജ്യൂസി ആയിട്ടും കൂടെ നമുക്കത് ഭയങ്കരമായിട്ട് അതിൻ്റെ എല്ലാ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അത്രയും ഫ്രഷ് എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നു. അതെ. അതുപോലെ ഈ മോയ്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ജ്യൂസ് ചേർക്കുന്നുണ്ടോ ആൽക്കഹോൾ ചേർക്കുന്നുണ്ടോ മാത്രമല്ല, ഇതിൽ അതിന് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ നമുക്ക് മോയ്സ്ചർ കൂടുതൽ തരുന്ന ബ്ലാക്ക് റൈസിൻസ്, ഡേറ്റ്സ്, പ്രോൺസ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ ആ മോയ്സ്ചർ തരുന്നത്. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ മോയ്സ്ചർ പോകും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു 30-40 ഡേയ്സ് അതിന്റെ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നില്ല. ആ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ കേക്ക് ഒരു 40-45 ഡേയ്സ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി സ്പൈസസിൻ്റെ കാര്യം, ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം. അതായത് നമുക്ക് എത്ര ബ്ലാക്ക് റൈസിൻസ് വേണം, എത്ര റെഡ് ചെറി വേണം, എത്ര പ്രൂൺസ് വേണം, എത്ര ബ്ലാക്ക് കറൻസ് വേണം, അങ്ങനെ എല്ലാത്തിനും കറക്റ്റായ അളവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇതിൽ ക്ലാരിഫൈഡ് ബട്ടർ ദസിഗി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ടേസ്റ്റ്. അതുപോലെ ഹണി, ആ ഹണീന്റെ ക്വാളിറ്റി ഹണിയും ആഡ് ചെയ്യുന്നുണ്ടല്ലേ. അതേപോലെ ബ്രൗൺ ഷുഗർ, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഈക്വൽ ക്വാണ്ടിറ്റി, അതിനാൽ ഗുഡ് ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്, അതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് ഇപ്പോൾ എത്ര കാലത്തിന് മുന്നേ ആയിരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക? ശരിക്കും ഇതിന്റെ പ്രോസസ്സ് നമ്മൾ 1 year നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ഇയറിലെ പ്രോസസ്സ്. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൻ, ഹോം മെയ്ഡ് വൈൻ ആയിരിക്കും. അത് നമ്മളൊരു നവംബർ-ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ വൈൻ ഓപ്പൺ ചെയ്യും. അതായത് ഈ ജനുവരിയിൽ നമ്മൾ വൈൻ ഇടുന്ന സാധനം നമ്മൾ നവംബർ-ഡിസംബർ ആകുമ്പോൾ ഓപ്പൺ ചെയ്യും. ഈ വൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്നത്.
കുക്ക് ചെയ്യുന്നത് വൈനിലാണ് ഓക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വൈനിൽ വെരി ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വൈൻ അല്ല നമ്മൾ ഉണ്ടാക്കുക, ഓക്കെ അതിന്റെ സ്വീറ്റ്സ് ഇത് മാനേജ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ വൈൻ്റെ അകത്ത് തന്നെ നമ്മൾ സ്റ്റാർ നൈസ്, നട്ട്മെഗ്, അതേപോലെ സിനമൺ സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിലേക്കാണ് വരുന്നത്. ഓ പിന്നെ അതേപോലെ തന്നെ ഈ വൈനും ഹണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ അതിൻ്റെ കുറച്ച് ജ്യൂസുകൾ, ഈ ജ്യൂസിലും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻബറി, ഓറഞ്ച്, ആപ്പിൾ, അങ്ങനത്തെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ട്. ആ റെസിപ്പിയിൽ തന്നെ ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ ഈ നമ്മളൊരു 6000 7000 കേക്കാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത്. ഓക്കെ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യല്ല, ഇതിനൊരു ബാച്ച് റെസിപ്പി ആയിരിക്കും. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്ന നമ്മൾ ഒരുമിച്ചാണെങ്കിലും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചാണ്. അതൊരു 1 വീക്കിൽ നമ്മളൊരു 1000 കേക്ക് ഇതിനുള്ള റെസിപ്പി, അടുത്ത 1000 കേക്ക്, അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റസ്റ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അതേപോലെ തന്നെ ഹണിയും റമ്മും ഉപയോഗിച്ചുള്ള ബ്രഷിങ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ എന്താ ചെയ്യുന്ന ഒരു വാലിഡിറ്റി ഇത്ര അധികം കൂട്ടാൻ കാരണം ഈ റമ്മും ഹണിയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു മാനുവലി ചെയ്യുന്ന ഇതാണ്. അതും 3 ബാച്ചായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു 8 hours റെസ്റ്റ് കൊടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ടീം തന്നെയുണ്ട്. അതായത് നോർമൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ടീം വീഡിയോയിൽ കാണുകയാണ്. ആ ഒരു കേക്കിന് വേണ്ടി ആ ഷെഫിന്റെ ടീമിനെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അവർ പർട്ടിക്കുലർലി ഫോർ ദ പ്ലം കേക്ക് നമ്മൾ വേറൊരു കാര്യങ്ങളും അവരെ ഇൻവോൾവ് ആക്കണം. കാരണം മൈൻഡ് സെറ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരെ ഒരു എന്താ പറയുക സന്തോഷം, ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് അവർക്കും ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ അവരും ആ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ ഫുൾ ഷെഫാണോ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ കൺസീവ് ചെയ്യുന്നത്? അതെ, ഇതൊരു ടീം വർക്കാണ് ബേസിക്കലി. പേഷി ഷെഫ് എൻ്റെ കൂടെ ഏകദേശം ഒരു 4 വർഷമായി എൻ്റെ കൂടെ തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു 4 വർഷം മുന്നേ ഉണ്ടാക്കിയ കേക്കും ഇപ്പോൾ ഉണ്ടാക്കിയ കേക്കിലും റെസിപ്പീസിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം നമ്മൾക്ക് ബ്ലൈൻഡ് ടേസ്റ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഉള്ളിലൊരു ഫീൽ വന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കേക്കാണ്. ഏതൊരു കേക്കിനോട് ഒരു കിടപിടിച്ചിരിക്കാൻ പറ്റുന്നൊരു കേക്ക് റെസിപ്പിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് അടുത്ത വർഷത്തെ പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ഐഡിയാസ്, നമ്മൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അതായത് ലൈഫിൻ്റെ ഒരു എല്ലാ ദിവസവും 12 hours വെച്ച് നമ്മൾ കിച്ചണിൽ തന്നെയാണ് പോകുന്നത്. നമ്മളെ ജോലി ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻവോൾവ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മൈൻഡ് അതിനനുസരിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയ എക്സ്പെരിമെൻറ്റിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ എനിക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു റെസിപ്പി. ഇത് കൂടുതലും നമ്മൾ കോർപ്പറേറ്റ് ഓർഡേഴ്സ് ഉണ്ടാവും. അതൊരു 50-50 ആയിരിക്കും. അതായത് ഒരു 5000 കേക്കുകൾ എന്ന് പറഞ്ഞാൽ കമ്പനീസ്. നമുക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്കൊക്കെ നമ്മളെ പ്രോഡക്ട്സ് ആണ്. ഓൾമോസ്റ്റ് എയർപോർട്ടുകളിലേക്കെല്ലാം പോകുന്നത്. അത് ശരി. പിന്നെ രണ്ടാമതാണ് നമ്മളെ ഗസ്റ്റുകൾ. അതും 50-50 ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അടുത്ത വർഷത്തേക്കുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അതെ അതെ അതെ. അപ്പോൾ ആ വൈൻ ആണെങ്കിലും അതിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ സോ കോൾഡ് 1 year ലൈഫ് സ്പാനിൽ ഇങ്ങനെ